ന്യായമായ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നവരെ തടയുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റേതെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി. പെൻഷൻ പരിഷ്കരണം ആവശ്യപ്പെട്ട് ദില്ലി ജന്തർ മന്ദറിൽ ദേശീയ വികലാംഗ അവകാശ സംരക്ഷണ സമിതി സംഘടിപ്പിച്ച പ്രതിഷേധത്തിലായിരുന്നു എം പിയുടെ പരാമർശം. നിലവിലെ പെൻഷൻ തുകയായ 300 രൂപ ഉയർത്തി 5000 രൂപയാക്കുക, പെൻഷൻ നിയമപരമായ അവകാശമായി നിലനിർത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദേശീയ വികലാംഗ അവകാശ സമിതി പ്രതിഷേധം സംഘടിപ്പിച്ചത്. 8.5 ലക്ഷം കോടി രൂപ കോർപ്പറേറ്റുകൾക്കായി വിതരണം ചെയ്യുന്ന കേന്ദ്ര സർക്കാർ വികലാംഗരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി ആവശ്യപ്പെട്ടു. Your problem should be the problems of the society, of the country. We didn't get the permission to have this program near India Gate because they perceive, they consider us as a security threat. Are these differently abled, disabled people of this country a security threat for this government? നമ്മൾ ഇവർക്കൊരു സുരക്ഷാ ഭീഷണിയാണോ? അല്ല. 14 സംസ്ഥാനങ്ങളിൽ നിന്നായി നിരവധി പേരാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായത്. ഇന്ത്യ ഗേറ്റിന് സമീപമുള്ള ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ നടത്താനിരുന്ന പ്രതിഷേധത്തിന് നൽകിയിരുന്ന അനുവാദം കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയതിനെതിരെയും പ്രതിഷേധമുയർന്നു. എം പിമാരായ വി ശിവദാസൻ, എ റഹീം, പി സന്തോഷ് കുമാർ, ഹാരിസ് ബീരാൻ, തിരുച്ചി ശിവ, ജാവേദ് അലി ഖാൻ, മഹുവ മജീദ് തുടങ്ങിയവർ സംബന്ധിച്ചു. കൈരളി ന്യൂസ്, ദില്ലി.